ഈ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നു എന്ന് പറയുന്ന കാര്യങ്ങളെ പോലും സാമാന്യവൽക്കരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്ത്രീപക്ഷത്തിന് അനുകൂലമായ നിലപാട് അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ചേച്ചി കരുതുന്നു? ഞങ്ങളെപ്പോഴും ആവശ്യപ്പെടുന്നത് അങ്ങനെ വേണം, സ്ത്രീപക്ഷം നിൽക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇന്നലെ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടിരുന്ന ആ കുട്ടിയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് വനിതകളെ പ്രതിനിധീകരിച്ച് വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വനിതകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയും സീരിയസ് ആയിട്ട് ഇടപെടുകയും ചെയ്യുന്ന, മുഖം നോക്കാതെ സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ആ കമ്മിറ്റിയിൽ കൊണ്ടുവരണമെന്നാണ് നമ്മളെപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇന്നലത്തെ ആ കുട്ടിയുടെ സംസാരം അറിവില്ലായ്മ കൊണ്ടോ എന്തോ എനിക്കറിയില്ല, അവരാ സംസാരിച്ചത് തീരെ ശരിയായില്ല എന്നുള്ളതാണ്. പക്ഷേ ജഗദീഷ് ചേട്ടൻ സംസാരിച്ചത് വളരെ പോസിറ്റീവായിട്ട് ഒത്തിരി സന്തോഷം തോന്നി. ജഗദീഷ് ചേട്ടൻ ഒരു അധ്യാപകനാണ്, അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്. അപ്പോൾ ആ ഒരു പക്വതയും പിന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ജഗദീഷ് ചേട്ടൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ജഗദീഷ് ചേട്ടൻ അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക. എന്ത് കാര്യം എടുത്താലും ജഗദീഷ് ചേട്ടൻ അങ്ങനെ തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ ഒരു പ്രസ്താവന ഭയങ്കര സന്തോഷം തോന്നി. നേരെ വിപരീതമായിട്ടാണ് ജഗദീഷ് ചേട്ടൻ സംസാരിച്ചത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ റൂമിൽ ആരും തട്ടിയിട്ടല്ലല്ലോ ഞാനിപ്പോൾ വന്ന് സംസാരിക്കുന്നത്. ആദ്യം സംസാരിച്ചത് എൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരിട്ട അനുഭവത്തെക്കുറിച്ച് ഒരു കമ്മീഷൻ തന്നെ, ഒരു കമ്മിറ്റി തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന് ഒരു കമ്മിറ്റി തന്നെ പറഞ്ഞപ്പോൾ വലിയൊരു ജഡ്ജാണ് ഹേമ എന്ന് പറയുന്ന മാഡം. ആ മാഡവും ശാരദ മാഡം ഒക്കെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയിലാണ് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റാത്തത്. ആ കുട്ടി പറഞ്ഞത് അതെനിക്കറിയില്ല. അവർ ഓടിപ്പോകുമായിരുന്നായിരുന്നു. എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ വരാത്തതെന്ന് എനിക്കറിയില്ല. അവരോട് തന്നെ ചോദിക്കണം.